വാം വെൽക്കം എവരി വൺ. ഇന്നത്തെ ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ ബേസിക്കലി പ്രോബ്ലമാറ്റിക് സെഷനാണ്. ഈ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഫേസ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റീസും ആണ്. ഫേസ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോബ്ലംസ് ബേസിക്കലി ചെക്ക് ചെയ്യുന്നത് ഇതിനെല്ലാം റിലേറ്റ് ചെയ്തുകൊണ്ട് മാക്സ്വെൽസ് ഇക്വേഷൻ, സിമിലർലി ഇൻട്രിൻസിക് ഇംപിഡൻസ്, സിമിലർലി അറ്റന്വേഷൻ കോൺസ്റ്റൻറ്റ്, സ്കിൻ ഡെപ്ത്, പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റ്, ഫേസ് കോൺസ്റ്റൻറ്റ്, ഫേസ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി, ഇതിനെല്ലാം റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസുമാണ് ഈ സെഷനകത്ത് പിന്നീട് കവർ ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ് ഫേസ് വെലോസിറ്റീസ് ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റീസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. സോ ഫേസ് വെലോസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വേവ് എടുക്കുകയാണ്. വേവ് ഓഫ് ഫ്രീക്വൻസി 1 kHz എടുക്കുകയാണ്. ഇത് എക്സ്പ്ലനേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. കൺസെപ്റ്റ് ക്ലിയർലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഞാനൊരു 1 kHz വേവ് എടുക്കുകയാണ്. അപ്പോൾ 1 kHz വേവ് എന്ന് പറയുമ്പം എക്സാക്ട്ലി പറയുന്നുണ്ടെങ്കിൽ 1 kHz വേവ് എന്ന് പറയുന്നത് സിനുസോഡൽ ഷേപ്പ് ആയിരിക്കും, റൈറ്റ്. അപ്പം ഈ ഒരു വേവിൻ്റെ ഫ്രീക്വൻസി 1 kHz ആണെന്ന് അസ്യൂം ചെയ്യുക. സിമിലർലി ഈ ഒരു വേവിൻ്റെ ഫ്രീക്വൻസിയും 1 kHz ആണെന്ന് അസ്യൂം ചെയ്യുക, റൈറ്റ്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ഫ്രീക്വൻസി 1 kHz സ്ക്വയർ വേവാണ് ഇതിവിടെ എടുത്തിരിക്കുന്നത്, ഇവിടെ 1 kHz സൈൻ വേവുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കമ്പാരിസൺ നമ്മൾ രണ്ടിൻ്റെയും ഫ്രീക്വൻസി ചെക്ക് ചെയ്യുമ്പം ഇതിനെ നമ്മളൊന്ന് ഡീകമ്പോസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പം ഇതിനകത്ത് ഒറ്റ ഫ്രീക്വൻസി കമ്പോണൻറ്റ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ വരുന്ന ഫ്രീക്വൻസിയാണ് ബേസിക്കലി ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. അത് ഒരു അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി മാത്രമേ ഇതിനകത്ത് കാണത്തുള്ളൂ. ആ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഇതിപ്പോൾ 1 kHz ആയിരിക്കും, റൈറ്റ്. ഇനി നമ്മൾ ഈ 1 kHz സ്ക്വയർ വേവിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പം ഈ അനലൈസിങ് ടെക്നിക്ക് നമുക്കറിയാം. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന അനലൈസിങ് ടെക്നിക്കാണ് ഫൗറിയർ അനാലിസിസ്, റൈറ്റ്. അത് ഫൗറിയർ സീരീസ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്, റൈറ്റ്. ഫൗറിയർ സീരീസ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫൗറിയർ സീരീസ് അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ ഈ ഒരു 1 kHz സ്ക്വയർ വേവിൻ്റെ സ്ഥാനത്ത് ഒരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് 1 kHz കാണും, അതിനോടൊപ്പം അതിൻ്റെ ഹാർമോണിക്സും കാണും, റൈറ്റ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 1 kHz കാണും. സിമിലർലി ഇത് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഓഡ് ഹാർമോണിക്സ് 3 kHz കാണും. സിമിലർലി 5 kHz കാണും. സിമിലർലി 7 kHz, അത് അപ് ടു ഇൻഫിനിറ്റ് kHz വരെ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നിരിക്കാം, റൈറ്റ്. ബട്ട് പ്രത്യേകം ഓർക്കുക, ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി കമ്പോണൻ്റാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണുന്നത്. ഹയർ ഹാർമോണിക്സിലേക്ക് പോകുമ്പം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്ത് വരും, റൈറ്റ്. 7 kHz ആകുമ്പോൾ നന്നായിട്ട് കുറയും. ഈവൻ ഇൻഫിനിറ്റ് kHz ആകുമ്പോൾ ജസ്റ്റ് പേരിന് മാത്രം ഒരു കമ്പോണൻ്റ് ഉള്ളതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, റൈറ്റ്. അപ്പം ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു സൈൻ വേവാണ് നമ്മൾ ബേസിക്കലി മദർ ഓഫ് വേവ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിനകത്തൊരു ഒറ്റ ഫ്രീക്വൻസി കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. ബട്ട് ഒരു സ്ക്വയർ വേവ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് മോർ ദാൻ 1 ഫ്രീക്വൻസി കമ്പോണൻസ് ഡെഫിനറ്റ്ലി കാണും. അതിൽ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആയിരിക്കാം അതിൽ നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. അപ്പം ഇനി ഞാൻ ഈ ഒരു വേവ് തന്നെ സെലക്ട് ചെയ്യുകയാണ്, റൈറ്റ്. സപ്പോസ് നമ്മൾ ഈ വേവ് ഞാൻ ഇവിടെ ഇതിൻ്റെ അനലൈസിങ് പർപ്പസിന് വേണ്ടി നമ്മൾ അനലൈസ് ചെയ്തപ്പം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് 1 kHz, റൈറ്റ്. ഇത് സൈൻ ആണെന്ന് അസ്യൂം ചെയ്യുക. സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് നെക്സ്റ്റ് 1/3 സൈൻ 3 ഒമേഗ നോട്ട് ടി പ്ലസ് 1/5 സൈൻ 5 ഒമേഗ നോട്ട് ടി പ്ലസ് 1/7 സൈൻ 7 ഒമേഗ നോട്ട് ടി. ഈ രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്യുക, റൈറ്റ്. ഇങ്ങനെ ഒരു വേവ് 1 kHz ഒരു സ്ക്വയർ വേവാണ് നമ്മളിപ്പം കമ്പാരിസന് വേണ്ടി എടുത്തത്. ഈ 1 kHz സ്ക്വയർ വേവിനകത്ത് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 1 kHz. സിമിലർലി ഹാർമോണിക് ഫ്രീക്വൻസീസ് ഓരോന്നുമുണ്ട്, അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നുമുണ്ട്, റൈറ്റ്. അപ്പം നമ്മൾ ഈ ഒരു സ്ക്വയർ വേവിനകത്ത് ആക്ച്വലി ചെക്ക് ചെയ്തപ്പം ഇത് കണക്ക് ഓരോ ഫ്രീക്വൻസി കമ്പോണൻസ് ഉണ്ട്, റൈറ്റ്. ഇങ്ങനെ ഉള്ള ഓരോ ഫ്രീക്വൻസി കമ്പോണൻറ്റിൻ്റെയും വെലോസിറ്റിയാണ് ഫേസ് വെലോസിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്, റൈറ്റ്. ഇനി ആസ് എ സച്ച് ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ പറയുന്ന സ്ക്വയർ വേവ് കിട്ടിയത്. ഈ കംപ്ലീറ്റ് സ്ക്വയർ വേവിൻ്റെ വെലോസിറ്റിനെയാണ് നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഈ ഇൻഡിവിജ്വൽ കമ്പോണൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് ഗ്രൂപ്പ് വെലോസിറ്റി ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഫേസ് വെലോസിറ്റി, ഈച്ച് കമ്പോണൻറ്റിൻ്റെയും ഫേസ് വെലോസിറ്റിയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഫേസ് വെലോസിറ്റി 1, ഫേസ് വെലോസിറ്റി 2, ഫേസ് വെലോസിറ്റി 3, അങ്ങനെ നമ്മൾ ഇത് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും, റൈറ്റ്. ഇവിടെ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഇതിനെല്ലാത്തിൻ്റെയും ഫ്രീക്വൻസി വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഹൈ ഫ്രീക്വൻസി 3 ഒമേഗ നോട്ട് ടി ആയി, ഇവിടെ 5 ഒമേഗ നോട്ട് ടി ആയി, ഇവിടെ 7 ഒമേഗ നോട്ട് ടി. അതായത് ഈ മീഡിയത്തിൽ എനിവേ ആ മീഡിയം എന്തായാലും ആ പർട്ടിക്കുലർ മീഡിയത്തിൽ ഫ്രീക്വൻസിക്കൊത്ത രീതിയിലാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീക്വൻസിക്കൊത്ത രീതിയിൽ നോക്കുമ്പോൾ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസും ഡെഫിനറ്റ്ലി ഇതിനകത്ത് ആഡ് ചെയ്ത് വരും. അപ്പോൾ അതിൽ ഓരോ കമ്പോണൻറ്റ് വെലോസിറ്റിയും ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന ഓരോ കമ്പോണൻറ്റ് വെലോസിറ്റിയാണ് ഫേസ് വെലോസിറ്റി ആയിട്ട് മാർക്ക് ചെയ്യുന്നത് പറഞ്ഞു. സിമിലർലി അത് കമ്പൈൻ ചെയ്ത് വരുന്നതിനെയാണ് ഗ്രൂപ്പ് വെലോസിറ്റി ആയിട്ട് നമ്മൾ യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ രീതിയിൽ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ് വെലോസിറ്റിയാണ് ബേസിക്കലി ഫേസ് വെലോസിറ്റി വരുന്നത് കണ്ടു. സിമിലർലി അത് ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഓരോ കമ്പോണൻസും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി അല്ലെങ്കിൽ വേവിൻ്റെ വെലോസിറ്റിയാണ് ആക്ച്വലി ഗ്രൂപ്പ് വെലോസിറ്റി ആയിട്ടും നമ്മൾ കണ്ടു. ഇനി ഇതിൻ്റെ എക്സ്പ്രഷൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫേസ് വെലോസിറ്റിയാണ്. ഫേസ് വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ബൈ ബീറ്റയാണ്. റൈറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് ഫേസ് വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ബൈ ബീറ്റ. നെക്സ്റ്റ് നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ബീറ്റയാണ്. റൈറ്റ്, ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫേസ് വെലോസിറ്റി ഇൻറ്റു ഗ്രൂപ്പ് വെലോസിറ്റി ഈക്വൽ ടു സി സ്ക്വയർ ആണ്. റൈറ്റ്, ഫേസ് വെലോസിറ്റി ഇൻറ്റു ഗ്രൂപ്പ് വെലോസിറ്റി ഈക്വൽ ടു സി സ്ക്വയർ ആണ്. റൈറ്റ്, സി എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ ഫ്രീ സ്പേസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി നമുക്കിതിനെല്ലാം റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ സെർട്ടൻ മീഡിയം ദ റേഷ്യോ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി ഈസ് ഗിവൺ ആസ് യൂണിറ്റി. റൈറ്റ്, given that the conductivity of the medium is 10⁶ mho per meter and epsilon r relative permittivity as 4, find the frequency. Right, so ഇവിടെ കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റിയും സിമിലർലി ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റിയുടെയും റേഷ്യോ തരുന്നുണ്ട്. സോ നമുക്കറിയാവുന്നതാണ് കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റി ടു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് റൈറ്റ് സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ ആണ്. റൈറ്റ്, യഥാർത്ഥത്തിൽ സിഗ്മ ഇ ബൈ ജെ ഒമേഗ എപ്സിലോൺ ഇ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് വരുന്നത്. സോ സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ ആണ്. അതിവിടെ തന്നിട്ടുണ്ട് യൂണിറ്റി ആയിട്ട്. റൈറ്റ്, അപ്പം ഇതിൽ ഒമേഗയ്ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് സിഗ്മ ബൈ 2π എഫ് എപ്സിലോൺ ഈക്വൽ ടു 1. റൈറ്റ്, അതിൽ നിന്ന് എഫ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന ഫൈൻഡ് ദ ഫ്രീക്വൻസിയാണ്. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു സിഗ്മ ബൈ 2π എപ്സിലോൺ. റൈറ്റ്, f equal to sigma by 2π epsilon. So that is sigma equal to 10⁶ mho per meter divided by 2π epsilon. Epsilon equal to epsilon naught epsilon r ആണ്. സോ ഇവിടെ epsilon r 4 ആയിട്ട് തരുന്നുണ്ട്. അത് ഇൻറ്റു epsilon naught എന്ന് പറയുന്നത് 8.852 ഇൻറ്റു 10⁻⁻12 ആണ്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. നമുക്ക് ആൻസേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 4.49 ഇൻറ്റു 10⁻15 ഹെഡ്സ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്, സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ പ്ലെയിൻ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ പോളിസ്റ്റീറിൻ. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ആൻഡ് വേവ് ലെങ്ത് ഇൻ പോളിസ്റ്റീറിൻ. ആൾസോ ഫൈൻഡ് ദ ഇൻട്രിൻസിക് ഇംപിഡൻസ് ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് magnetic field intensity if the amplitude of electric field intensity is 5 millivolt per meter. Given that the frequency of operation is 7 gigahertz and epsilon r as 2.56. Right, so ഫസ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ബൈ ബീറ്റയാണ്. റൈറ്റ്, അപ്പം ഇതിൽ ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2π എഫ് യൂസ് ചെയ്യാം. ബട്ട് ബീറ്റ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ബീറ്റയുടെ എക്സ്പ്രഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോട്ട് ചെയ്യണം. ഇങ്ങനെ ഏത് പ്രോബ്ലം വന്നാലും എൻ്റെ ഒപ്പീനിയനിൽ ബീറ്റയുടെ ജനറൽ എക്സ്പ്രഷൻ ഫസ്റ്റ് മാർക്ക് ചെയ്യുക. ബീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ബൈ 2 ഇൻറ്റു again square root of 1 plus sigma by omega epsilon the whole square, right, plus 1. ഈ സ്ക്വയർ റൂട്ടിന് ഔട്ട്സൈഡ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. റൈറ്റ്, ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് ബീറ്റ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ബ്രാക്കറ്റിനകത്തോട്ട് ഞാൻ എടുത്തു മ്യൂ എപ്സിലോൺ ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഫസ്റ്റ് സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ. ഇത് പോളിസ്റ്റീറിൻ ആണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ഒരു ഡൈഇലക്ട്രിക് ആണ്. സോ അതുകൊണ്ട് തന്നെ സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ എന്ന് പറയുന്നത് വെരി വെരി മച്ച് ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം ഒമേഗ എപ്സിലോൺ വളരെ കൂടുതലായിരിക്കും, സിഗ്മ കണ്ടക്ടിവിറ്റി ഫാക്ടർ വളരെ കുറവായിരിക്കുകയും ചെയ്യും. സോ ഒമേഗ എപ്സിലോൺ വെരി മച്ച് ലെസർ ദാൻ 1 ആയിട്ടാണ് വരുന്നത്. സോ
ദാറ്റ് മീൻസ് 1 പ്ലസ് 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 1 ആയിട്ട് തന്നെ വന്നു പ്ലസ് 1 റൈറ്റ് ഇങ്ങനെയായിട്ട് മാറി. ദാറ്റ് മീൻസ് സ്ക്വയർ റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ റൈറ്റ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ബൈ 2 ഇൻറ്റു 2. സോ ദാറ്റ് ഈസ് ഒമേഗ റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ റൈറ്റ്. ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഒമേഗ ഈക്വൽ ടു 2π ഇൻറ്റു 10 ഗിഗാ ഹെഡ്സ് ആണ്. സോ 10⁹ ഇൻറ്റു 7 ഇൻറ്റു 10⁹ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ. മ്യൂ എന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നത് മ്യൂ ആർ ചേരുന്നതാണ് റൈറ്റ്. മ്യൂ ഈക്വൽ ടു മ്യൂ ആർ ചേരുന്നതാണ്. മ്യൂ ആർ ഈക്വൽ ടു 1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ മ്യൂ ആർ ഈക്വൽ ടു 1 ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. മ്യൂ നോട്ട് എന്ന് പറയുന്നത് 4π ഇൻറ്റു 10⁻⁻⁷ ആണ്. നെക്സ്റ്റ് മ്യൂ എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ ആറാണ്. എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് 8.854 ഇൻറ്റു 10⁻12 ഇൻറ്റു 2.56 റൈറ്റ്. സ്ക്വയർ റൂട്ടിനകത്ത് 2.56 റൈറ്റ്. അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 234.7 റേഡിയൻസ് പെർ മീറ്റർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. 234.7 റേഡിയൻസ് പെർ മീറ്റർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. ഫേസ് കോൺസ്റ്റൻറ്റ്. സോ ഫേസ് കോൺസ്റ്റൻറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഫേസ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഒമേഗ എന്ന് പറയുന്നത് 2π ഇൻറ്റു 7 ഇൻറ്റു 10⁹ റൈറ്റ്. അപ്പം ഒമേഗ ആയി ഡിവൈഡഡ് ബൈ ബീറ്റ നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു 234.7. സോ ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി 1.87 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു വെലോസിറ്റി. സോ ഇതിൽ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വേവ് ലെന്താണ്. വേവ് ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ബീറ്റ ഈക്വൽ ടു 2π ലാംഡയാണ്. അതിൽ നിന്ന് നമുക്ക് ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാം. ലാംഡ ഈക്വൽ ടു 2π ബീറ്റയാണ്. സോ 2π ഡിവൈഡഡ് ബൈ ബീറ്റയാണ്. സോ 2π ഡിവൈഡഡ് ബൈ ബീറ്റ നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തു 234.7. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 26.8 മില്ലിമീറ്റർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇൻട്രൻസിക് ഇംപിഡൻസ് ആണ്. ഇൻട്രൻസിക് ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം ഈറ്റ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ ആണ്. ഇത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു പെർഫെക്റ്റ് ഡൈഇലക്ട്രിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാക്ടർ കണ്ടക്ഷൻ കറണ്ട് ഫാക്ടർ കാണത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് കറസ്പോണ്ടിംഗ്ലി റൂട്ട് ഓഫ് മ്യൂ ബൈ എപ്സിലോൺ ആയി. ജെ ഒമേഗ ക്യാൻസൽ ആകുന്നു റൈറ്റ്. ദാറ്റ് ഈസ് മ്യൂ എന്ന് പറയുന്നത് മ്യൂ നോട്ട് മ്യൂ ആർ ആണ്. സിമിലർലി എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ നോട്ട് ബൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ ആർ എന്ന് പറയുന്നത് ഇവിടെ 1 ആയിട്ട് അസ്യൂം ചെയ്തു. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് 2.56 ആണ്. ബട്ട് റൂട്ട് ഓഫ് മ്യൂ നോട്ട് ബൈ എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് 120π ആണ്. സോ 120π ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2.56. സോ ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി 235.5 ഓം ആയിട്ട് വരും. 235.5 ഓം ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും റൈറ്റ്. സോ ഇപ്പോൾ നമ്മൾ ഇൻട്രൻസിക് ഇംപിഡൻസും കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഈറ്റ ഈക്വൽ ടു E0/H0 ആണ് എല്ലാ കേസുകളിലും റൈറ്റ്. അപ്പോൾ അതിൽ നിന്ന് H0 ഈക്വൽ ടു E0/η ആണ്. E0 ഈ ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട് 5 മില്ലി വോൾട്ട് പെർ മീറ്റർ എന്ന്. സോ 5 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ഈറ്റ നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു. ഇൻട്രൻസിക് ഇംപിഡൻസ് 235.5. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും 2.12 ഇൻറ്റു 10⁻⁻5 ആംബിയർ പെർ മീറ്റർ റൈറ്റ്. 2.12 ഇൻറ്റു 10⁻⁻5 ആംബിയർ പെർ മീറ്റർ. സോ ഇത് കണക്കുള്ള പ്രോബ്ലംസ് എല്ലാം തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർത്തിരിക്കുക, ഇവിടെ ഈ ബീറ്റയുടെ ടൈമിൽ ഈ കണക്റ്റിംഗ് ഫാക്ടർ +1 പകരം -1 ആയിരുന്നെങ്കിൽ ഇത് ആൽഫയായിട്ട് മാറുമായിരുന്നു എന്നുള്ള കാര്യം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി റിക്വയർഡ് ഇഫ് ദ ടു ഫീൽഡ്സ് E ഈക്വൽ ടു 60π cos 10⁻⁶ - beta x j volt per meter and H equal to A cos 10⁻⁶ - beta x k
ampere per meter in a medium with mu r equal to epsilon r equal to 4 and conductivity sigma equal to 0. Right. So, നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എയും ബി എന്ന് പറയുന്ന കോൺസ്റ്റൻസ് ആണ്. എ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ കോയിഫിഷ്യൻറ്റും, സിമിലർലി ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത്, റൈറ്റ്, ഇത് ബീറ്റയാണ്. ബീറ്റ എന്ന് പറയുന്നത് കറസ്പോണ്ടിംഗ്ലി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഫേസ് കോൺസ്റ്റൻറ്റുമാണ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റൻറ്റുമാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ഇത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരേ ഒരു എക്സ്പ്രഷൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ, ഈറ്റ. ഈറ്റ ഈക്വൽ ടു നമുക്കറിയാം ഇ ബൈ എച്ച് ആണ്, റൈറ്റ്. ഇ നോട്ട് ബൈ എച്ച് അല്ലെങ്കിൽ ഇ ബൈ എച്ച് ആയിരിക്കും. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ കോയിഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്, ഇ നോട്ട് ബൈ എച്ച് നോട്ട് ഇടാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ കോയിഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 60 പൈ ഡിവൈഡഡ് ബൈ എച്ച്. എച്ചിൻ്റെ കോയിഫിഷ്യൻ എന്ന് പറയുന്നത് എ ആയിട്ടും തന്നിരുന്നുണ്ട്, റൈറ്റ്. അപ്പം നമുക്കിതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എ ഈക്വൽ ടു 60 പൈ ബൈ ഈറ്റ. പക്ഷേ നമുക്ക് ഈറ്റയ്ക്ക് ഒരു എക്സ്പ്രഷനും കൂടെ അറിയാം, ഈറ്റ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ പ്ലസ് ജെ ഒമേഗ എപ്സിലോൺ. ഇവിടെ സിഗ്മ ഈക്വൽ ടു 0 എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഉറപ്പായി ഇതൊരു പെർഫെക്റ്റ് ഡൈഇലക്ട്രിക്കിലേക്ക് മാറുകയാണ്. സോ ഈ ടേം 0 ആയി, ജെ ഒമേഗ ക്യാൻസൽ ആവുന്നതോടുകൂടി റൂട്ട് ഓഫ് മ്യൂ ബൈ എപ്സിലോൺ ആയി. എഗെയിൻ മ്യൂ എന്ന് പറയുന്നതിനകത്ത് രണ്ട് ടേംസ് ഉണ്ട്, മ്യൂ നോട്ടും മ്യൂ ആറും. സിമിലർലി എപ്സിലോണിനകത്തും എപ്സിലോൺ നോട്ടും എപ്സിലോൺ ആറും ഉണ്ട്, റൈറ്റ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് മ്യൂ നോട്ട് ബൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ ആർ ബൈ എപ്സിലോൺ ആർ. മ്യൂ ആറും എപ്സിലോൺ ആറും 4 ആണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇൻറ്റു 1, റൈറ്റ്. മ്യൂ ആറും എപ്സിലോൺ ആറും ക്യാൻസൽ ആവുന്നു, സ്ക്വയർ റൂട്ട് ഓഫ് 1 ഈസ് 1. അപ്പം ഈറ്റ ഈക്വൽ ടു, റൈറ്റ്, ഈറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ നോട്ട് ബൈ എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് 120 പൈ ആണ്. അത് പഠിച്ചിരിക്കേണ്ട ഒരു കോൺസ്റ്റൻറ്റുമാണ്, റൈറ്റ്. അപ്പം അതിൽ നിന്ന് നമുക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായി കഴിഞ്ഞു 60 പൈ divided by 120 pi. So A equal to 0.5, right. A നമുക്ക് 0.5 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ബീറ്റയാണ്, ഫേസ് കോൺസ്റ്റൻറ്റ് ബീറ്റയാണ്. നമുക്കറിയാം ബീറ്റയാണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പം അതിന് റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ വെലോസിറ്റി ആയിട്ടാണ്. വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ബൈ ബീറ്റയാണ്, റൈറ്റ്. വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ബൈ ബീറ്റയാണ്. അപ്പം ഇതിൽ ഒമേഗ ടേം ഉണ്ട്, റൈറ്റ്. ഒമേഗ ടേം ഉണ്ട്. സിമിലർലി വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീറ്റ ഈക്വൽ ടു ഒമേഗ ബൈ വെലോസിറ്റി ആയിട്ട് ഡിനോട്ട് ചെയ്യാൻ കഴിയും. സോ ഒമേഗയ്ക്ക് വേണ്ടി ഫ്രീക്വൻസി ഒമേഗ ടി തന്നെ തരുന്നുണ്ട്, ബട്ട് വെലോസിറ്റി തന്നിട്ടില്ല. വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ നോട്ട് മ്യൂ ആർ എപ്സിലോൺ ആർ ആണ്. സോ ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് ഇത്രയും ഫാക്ടർ എന്ന് പറയുന്നത് സി ആണ്, ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ ആർ എപ്സിലോൺ ആർ ആണ്. മ്യൂ ആറും എപ്സിലോൺ ആറും 4 ആയിട്ട് തരുന്നുണ്ട്, അതായത് 4 സ്ക്വയർ ആയിട്ട് മാറും. സോ സി ഡിവൈഡഡ് ബൈ ഇത്രയും ഫാക്ടർ സി ആണെന്ന് പറഞ്ഞു. സോ സി ഡിവൈഡഡ് ബൈ 4, റൈറ്റ്. സോ 3/4, റൈറ്റ്. 3/4 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ്. സോ ഇപ്പോൾ നമ്മൾ വെലോസിറ്റി ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഫേസ് കോൺസ്റ്റൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒമേഗ ഇവിടെ തരുന്നത് ഒമേഗ ടി ആയിട്ടാണ് സ്റ്റാൻഡേർഡ് ഫോം. സോ 10⁶ പൈ ആണ്, റൈറ്റ്. 10⁶ പൈ ഡിവൈഡഡ് ബൈ ഒമേഗ ആയി. നെക്സ്റ്റ് വെലോസിറ്റിയാണ്. വെലോസിറ്റി 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണ്, ഇൻറ്റു 10⁸. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 0.042 റേഡിയൻസ് പെർ സെക്കൻഡ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും, റൈറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് എ യൂണിഫോം പ്ലെയിൻ വേവ് ഇൻ എ മെറ്റീരിയൽ വിത്ത് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട്, എപ്സിലോൺ ആർ ഈക്വൽ ടു 16 എപ്സിലോൺ നോട്ട്, conductivity sigma equal to 10⁻⁻⁴ mho per meter and omega equal to 10⁵ radians per second, right. So velocity of propagation ആണ് ഈ ക്വസ്റ്റ്യനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ ഞാൻ വി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് കണ്ടു വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ബൈ ബീറ്റയാണ്, റൈറ്റ്. അപ്പോൾ ഇതിൽ ഒമേഗയ്ക്ക് വേണ്ടി കറസ്പോണ്ടിംഗ്ലി ഒമേഗ തന്നെ തന്നിട്ടുണ്ട്. സിമിലർലി ബീറ്റ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അഗെയിൻ ബീറ്റയുടെ ജനറൽ എക്സ്പ്രഷൻ തന്നെ എപ്പോഴും എഴുതണം. ബീറ്റ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂ എപ്സിലോൺ ബൈ 2, റൈറ്റ്. എഗെയിൻ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ ദ ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് ഈ കണക്റ്റിംഗ് സൈൻ +1 ആണെങ്കിൽ
ഫേസ് കോൺസ്റ്റൻറ്റും സിമിലർലി -1 ആയിരുന്നെങ്കിൽ അറ്റുനേഷൻ കോൺസ്റ്റൻറ്റും ആയതിനെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ ഇവിടെ 10⁵ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 10⁵ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു μ0 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ 4π ഇൻറ്റു 10⁻⁷ ഇൻറ്റു എപ്സിലോൺ ഈക്വൽ ടു 16 ε0 എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ 16 ഇൻറ്റു 8.854 ഇൻറ്റു 10⁻⁻12 റൈറ്റ്. അപ്പോൾ എപ്സിലോൺ കഴിഞ്ഞു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് റൈറ്റ് സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ നമുക്ക് അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ ഈക്വൽ ടു 10⁻⁻4 ഡിവൈഡഡ് ബൈ ഒമേഗ ഈസ് 10⁵. എപ്സിലോൺ അഗെയിൻ 16 ε0 എന്നാണ് തന്നിരിക്കുന്നത്. സോ 16 ഇൻറ്റു 8.854 ഇൻറ്റു 10⁻⁻12 ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 7 ആയിട്ട് വന്നു റൈറ്റ്. സിഗ്മ ബൈ ഒമേഗ എപ്സിലോൺ. സോ ഞാൻ അതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 7 സ്ക്വയർ ഈസ് 49 റൈറ്റ്. ഇനി ഈ സ്ക്വയർ റൂട്ടിന് ഔട്ട്സൈഡായിട്ട് +1 റൈറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁵ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2 ആയി 2π ഇൻറ്റു 16 ഇൻറ്റു 8.854 ഇൻറ്റു 10⁻⁻12ഉം -7 ആഡ് ചെയ്യുമ്പം -19 ആയി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 50 + 1 റൈറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.68 ഇൻറ്റു 10⁻⁻3 റേഡിയൻസ് പെർ മീറ്റർ ആയിട്ട് ഫേസ് കോൺസ്റ്റൻറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു റൈറ്റ്. ഫേസ് കോൺസ്റ്റൻറ്റ് ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിംഗ്ലി വെലോസിറ്റി ഓഫ് പ്രൊപ്പഗേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ ബൈ ബീറ്റ. ഒമേഗ അഗെയിൻ തരുന്നത് 10⁵ ആയിട്ടാണ്. 10⁵ ഡിവൈഡഡ് ബൈ ബീറ്റ ഇപ്പോൾ കിട്ടി 2.68 ഇൻറ്റു 10⁻⁻3. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 0.373 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. 0.373 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഈ ട്യൂട്ടോറിയലിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. An electromagnetic in free space has wavelength of 0.2 meter. When this same wave enters a perfect dielectric, the wavelength changes to 0.09 meter. Given that mu r equal to 1, then find epsilon r and velocity in the dielectric. സോ ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എപ്സിലോൺ ആറും വെലോസിറ്റിയാണ്. സോ നമുക്ക് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ അറിയാം. വെലോസിറ്റി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് μ0 μr എപ്സിലോൺ ആർ ആണെന്നറിയാം റൈറ്റ്. ദാറ്റ് മീൻസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് μ0 എപ്സിലോൺ നോട്ട് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് μr എപ്സിലോൺ ആർ ആണെന്ന് പറയാം റൈറ്റ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഫാക്ടർ എന്ന് പറയുന്നത് സി ആണെന്നറിയാം. സോ സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് μr എപ്സിലോൺ ആർ ആണ്. μr ഇവിടെ 1 ആയിട്ട് തരുന്നുണ്ട്. എപ്സിലോൺ ആർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പാരാമീറ്ററാണ്. സി എന്ന് പറയുന്നത് 3 ഇൻറ്റു 10⁸ ആണെന്ന് പറയാം. സോ റൂട്ട് എപ്സിലോൺ ആർന്ന് ഡിനോമിനേറ്റർ സൈഡ് മാറി. ഇവിടെ വെലോസിറ്റി തന്നിട്ടില്ല, ബട്ട് വേവ് ലെന്ത് തരുന്നുണ്ട്. ആ ഡൈലക്ട്രിക് മീഡിയത്തിൻ്റെ വേവ് ലെന്ത് തരുന്നുണ്ട്. ബട്ട് നമുക്കറിയാം വെലോസിറ്റി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെന്ത് ആണെന്നറിയാം റൈറ്റ്. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി എത്രയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല റൈറ്റ്. ഫ്രീക്വൻസി എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ബട്ട് 2 കമ്പാരിസൺ ഇതിനകത്ത് തരുന്നുണ്ട്. കമ്പാരിസൺ വഴി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാനും കഴിയും റൈറ്റ്. ഫ്രീ സ്പേസിലെയും സിമിലർലി ഡൈലക്ട്രിക് മീഡിയത്തിലെയും വേവ് ലെൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഈക്വൽ ടു 3 ഇൻറ്റു 10⁸ ഡിവൈഡഡ് ബൈ റൂട്ട് എപ്സിലോൺ എന്ന് വന്നു. ഞാൻ ഇത് ആ ഡൈലക്ട്രിക് മീഡിയത്തിലുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ വെലോസിറ്റിക്ക് എനിക്ക് ഫ്രീക്വൻസി അറിഞ്ഞുകൂടാ. ഫ്രീക്വൻസി ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെന്ത്, അവിടെ വേവ് ലെന്ത് തരുന്നുണ്ട് 0.09 റൈറ്റ്. 0.09 ആയിട്ട് തരുന്നുണ്ട്. ഈക്വൽ ടു സി ബൈ റൂട്ട് എപ്സിലോൺ എന്നാണ് വന്നു എന്ന് പറഞ്ഞു റൈറ്റ്. റൂട്ട് എപ്സിലോൺ ആർ റൈറ്റ്. ഇനി സി ഞാനിവിടെ 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം യഥാർത്ഥത്തിൽ ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെന്തായിട്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫ്രീ സ്പേസ് വേവ് ലെന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് റൈറ്റ്. ഈ എക്സ്പ്രഷൻ ഞാൻ ഇതിൻ്റെ ന്യൂമറേറ്റർ സൈഡിലോട്ട് എത്തിച്ചു.
ഫ്രീക്വൻസി ഇമ്മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി ഡൈഇലക്ട്രിക്കൽ ആണെങ്കിലും സിമിലർലി ആ കറസ്പോണ്ടിങ് ഇതിലേക്ക് എൻ്റർ ചെയ്തിരുന്നാലും ഫ്രീക്വൻസിക്ക് വേരിയേഷൻ വരത്തില്ല. വേവ് ലെന്തും സിമിലർലി വെലോസിറ്റിയും മാത്രമേ ചേഞ്ച് ആകുന്നുള്ളൂ, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ എനിക്ക് ലാംഡ നോട്ടും ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലാംഡ നോട്ട് എന്ന് പറയുന്നത് 0.2 ആയിട്ട് തന്നിട്ടുണ്ട്. 0.2 ഡിവൈഡഡ് ബൈ റൂട്ട് എപ്സിലോൺ ആർ, റൈറ്റ്? അപ്പം അതിൽ നിന്ന് എപ്സിലോൺ ആർ ഈക്വൽ ടു അല്ലെങ്കിൽ റൂട്ട് എപ്സിലോൺ ആർ ഈക്വൽ ടു 0.2 ഡിവൈഡഡ് ബൈ 0.09 അല്ലെങ്കിൽ എപ്സിലോൺ ആർ ഈക്വൽ ടു 0.2 ബൈ 0.09 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 4.94 എന്ന് ഒബ്റ്റെയിൻ ചെയ്തു, റൈറ്റ്? എപ്സിലോൺ ആർ നമുക്ക് 4.94 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. സോ എപ്സിലോൺ ആർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വെലോസിറ്റി ഈക്വൽ ടു നേരത്തെ തന്നെ നമ്മൾ യൂസ് ചെയ്ത എക്സ്പ്രഷൻ എടുത്താൽ മതി. 3 × 10⁸ ഡിവൈഡഡ് ബൈ റൂട്ട് 4.94, റൈറ്റ്? സോ ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി 1.35 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും വെലോസിറ്റി. സോ ഇലക്ട്രോമാഗ്നറ്റിക്സിലെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.